നമുക്കിനി കളമശ്ശേരിയിലേക്ക് അവിടെ ടൗൺ ഹാളിലാണ് പൊതുദർശനം ഇന്ന് നടക്കുന്നത്. അവിടെ നിന്നും വിവരങ്ങളുമായിട്ട് ഉമേഷ് കൂടി ചേരുന്നുണ്ട്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. കളമശ്ശേരി ടൗൺ ഹാളിലാണ് പൊതുദർശനം നടക്കുന്നത്. 9 മണിക്ക് ഈ പൊതുദർശനം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അത് 12 വരെ നീളും എന്ന് തന്നെയാണ് അല്ലെ ഇപ്പോഴും അറിയാൻ കഴിയുന്നത്. ഈ സമയക്രമം സംബന്ധിച്ചും മറ്റു നടപടികൾ സംബന്ധിച്ചുമുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്താണ് കൂടുതലായി വ്യക്തമാകുന്നത്? പ്രിയ, കളമശ്ശേരി ടൗൺ ഹാളിലാണ് ഞാനുള്ളത്. ഇവിടെ പൊതുദർശന സമയം നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത് 9 മണി മുതൽ 12 മണി വരെ എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ വലിയ തരത്തിൽ വലിയ ആളുകളുടെ നിര ഇവിടേക്ക് കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കാനായി എത്തും എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ 12 മണി എന്നുള്ളത് ചിലപ്പോൾ സമയം നീളാനുള്ളൊരു സാധ്യതയുണ്ട്. അത് ആദരാഞ്ജലി അർപ്പിക്കാനെത്തുന്നവരുടെ എണ്ണം അനുസരിച്ചിരിക്കും ബാക്കി കാര്യങ്ങൾ. ഏതായാലും ഞാൻ നിൽക്കുന്ന ഈ കളമശ്ശേരി ടൗൺ ഹാളിൽ നിലവിൽ തന്നെ ഈ പൊതുദർശനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം. ഈ ടൗൺ ഹാളിൽ ഈ കാണുന്ന സ്ഥലത്താണ് കവിയൂർ പൊന്നമ്മയുടെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുക. ഇവിടെയാണ് അതിനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ആദരാഞ്ജലി അർപ്പിക്കാനെത്തുന്നവർക്ക് വളരെ സൗകര്യപൂർവ്വം ഈ മലയാള സിനിമയുടെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ച് മടങ്ങാനുള്ള എല്ലാ ക്രമീകരണവും ഈ ടൗൺ ഹാളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുന്ന സ്ഥലത്തിന് പിറകിലായി നമുക്ക് കാണാം വലിയ ഒരു ചിത്രം, കവിയൂർ പൊന്നമ്മയുടെ വലിയൊരു ചിത്രം, ആദരാഞ്ജലികൾ എഴുതിയ വലിയ ചിത്രം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ ടൗൺ ഹാളിൻ്റെ വശത്തും ഒരു വലിയ ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. അത് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി, സാംസ്കാരിക വകുപ്പിന് കീഴിൽ വരുന്ന കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയാണ് മലയാളത്തിൻ്റെ പ്രിയങ്കരിയായ നടി കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് വലിയൊരു ഫ്ലക്സ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഒപ്പം ഈ വരുന്നവർക്ക് വിശിഷ്ട വ്യക്തികളടക്കം ഉണ്ടാകും. കവിയൂർ പൊന്നമ്മയുടെ കുടുംബാംഗങ്ങളടക്കമുള്ളവർക്ക് ഇരിക്കാനായി ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ചലച്ചിത്ര പ്രവർത്തകർ ഒരുപാട് ഇവിടേക്ക് എത്തും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് അവർക്ക് ഇരിക്കാനായുള്ള സൗകര്യവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പൊതുജനങ്ങൾക്കടക്കം ആദരാഞ്ജലി അർപ്പിക്കാനെത്തുന്നവർക്ക് വരാനായി 2 വഴികൾ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അതെല്ലാം ബാരിക്കേഡ് വെച്ച് തിരിച്ചിട്ടുമുണ്ട്. ഈ വഴികളിലൂടെ കയറി വന്ന ശേഷം കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ ആ തരത്തിൽ തന്നെയാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ ടൗൺ ഹാളിൽ വിപുലമായ സൗകര്യങ്ങൾ, വിപുലമായ സജ്ജീകരണങ്ങൾ ഈ പൊതുദർശനവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പേർ ആദരാഞ്ജലി അർപ്പിക്കാനെത്തുക ഇവിടെ തന്നെ ആയിരിക്കുമെന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. മന്ത്രിമാരടക്കമുള്ളവർ ഒരുപക്ഷെ വരും. മോഹൻലാൽ, മമ്മൂട്ടി അടക്കമുള്ളവർ ഇവിടേക്ക് വരാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെ നിരവധി പേർ, അത് ചലച്ചിത്ര രംഗത്ത് മാത്രമല്ല മറ്റ് കലാലോകത്തു നിന്നും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തു നിന്നടക്കമുള്ളവർ ഉണ്ടാകും എന്ന് കരുതുന്നു. അതുകൂടാതെ പൊതുജനങ്ങളും നിരവധിയായി വരും. എറണാകുളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ കളമശ്ശേരി. നഗരത്തിൻ്റെ ഏതാണ്ടൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ കളമശ്ശേരി ടൗൺ ഹാൾ. ഈ ദേശീയപാതയോരത്ത് തന്നെയാണ് ഈ ടൗൺ ഹാൾ ഉള്ളത്. അതുകൊണ്ട് നിരവധി പേർ ഇവിടേക്ക് കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കാനായി ഇവിടെ എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ 8:30 ഈ നിലവിൽ മൃതദേഹമുള്ള ആശുപത്രിയിൽ നിന്ന് 8:30 അവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കി ഇവിടെ 9 മണിക്ക് എത്തിക്കും എന്നാണ് കരുതുന്നത്. 9 മണി മുതൽ 12 മണി വരെ 3 മണിക്കൂർ സമയമുണ്ട്. ആ 3 മണിക്കൂർ സമയം ഇവിടെ പൊതുദർശനം ഉണ്ടാകും. 12 മണിക്ക് ശേഷം പൊതുദർശനം അവസാനിപ്പിച്ച് നേരെ ആലുവ കരുമാലൂരിലുള്ള വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അവിടെ 4 മണിക്കാണ് സംസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിനിടയിൽ തന്നെ പരമാവധി പേർ കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കാനായി ഒരുപക്ഷെ ആശുപത്രിയിൽ ഇനി ആരെങ്കിലും എത്തുമോ എന്നുള്ളതറിയില്ല. ഇന്നലെയൊക്കെയായി നിരവധി പേർ, നടൻ ദിലീപ് അടക്കം, സംവിധായകരായ ബി ഉണ്ണികൃഷ്ണൻ, സിബി മലയിൽ അടക്കമുള്ളവർ ഇന്നലെ ആശുപത്രിയിൽ എത്തിയിരുന്നു. മറ്റുള്ളവരെല്ലാം ഇവിടെയായിരിക്കും ഇന്ന് എത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ തരത്തിൽ വളരെ വിപുലമായ സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ വൈകിട്ടാണ് കവിയൂർ പൊന്നമ്മയുടെ അന്ത്യം സംഭവിച്ചത്. വൈകിട്ട് 5:30-ക്കായിരുന്നു അന്ത്യം സംഭവിച്ചത്. അതിനുശേഷം ആശുപത്രിയിൽ തന്നെ ഒരു പൊതുദർശനത്തിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിരുന്നു. ഏതാണ്ട് 10 മണി വരെ മൃതദേഹം ആശുപത്രിയിൽ പൊതുദർശനത്തിന് വെച്ചു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ഈ ടൗൺ ഹാളിൽ അടക്കമുള്ള പൊതുദർശനം സജ്ജീകരിച്ചിരിക്കുന്നത്. 3 മണിക്കൂർ പൊതുദർശനത്തിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ 4 മണിയോടെ സംസ്കാരം എന്നുള്ള നിലയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പ്രിയ.
ഉമേഷ്, ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ഇവിടേക്ക് ഈ ടൗൺ ഹാളിലേക്ക് മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയാണ് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നത് എന്നാണ്. അതുപോലെ പ്രധാനപ്പെട്ട നിരവധി ആളുകൾ ഇപ്പോൾ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ എത്താൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ തിരക്കൊക്കെ മുന്നിൽ കണ്ട് അവിടെ എത്രത്തോളം സുരക്ഷയും ക്രമീകരണങ്ങളുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? കാരണം ഇന്ന് നല്ല തിരക്കുണ്ടാകാനുള്ള സാധ്യത എന്തായാലും ഉണ്ടാകുമല്ലോ. തീർച്ചയായും അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. വലിയ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം എന്ന് കരുതുന്നു. ഈ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വളരെ വിപുലമായ സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയാണ് ഈ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കാനുള്ള സജ്ജീകരണം അത് ഇവിടെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പൂക്കൾ കൊണ്ടൊക്കെ അലങ്കരിച്ച് ആ തരത്തിൽ വലിയ സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിന് പിറകിലായി കവിയൂർ പൊന്നമ്മയുടെ വലിയൊരു ചിത്രം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഒപ്പം സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയും വലിയ ഫ്ലക്സ് ബോർഡ്, കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ച വലിയ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ വരുന്നവർക്ക്, പ്രത്യേകിച്ച് കവിയൂർ പൊന്നമ്മയുടെ ബന്ധുക്കളും ചലച്ചിത്ര രംഗത്തു നിന്നുള്ള പ്രമുഖരടക്കമുള്ളവർക്ക് ഇരിക്കാനായി ഇരിപ്പിടങ്ങൾ നിരവധിയായി ഒരുക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ ഇവിടേക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തുന്നവർക്ക് വളരെ സൗകര്യപൂർവ്വം ഇവിടേക്ക് കടന്നു വന്ന് കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ഇവിടെ നിന്ന് മടങ്ങാനുള്ള തരത്തിൽ ബാരിക്കേഡുകളെല്ലാം സ്ഥാപിച്ച് ആ തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ പൊതുദർശനം 9 മണി മുതൽ 12 മണി വരെ എന്നാണ് നിലവിൽ പറയുന്നതെങ്കിലും അതിലേറെ നീളാനുള്ള സാധ്യത ഒരുപക്ഷെ ഉണ്ടാകും. കാരണം ഇന്നലെയൊന്നും ആശുപത്രിയിലെത്തി ഒരുപക്ഷെ കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ കഴിയാത്തവരുണ്ടാവും. അവർക്കൊക്കെ ആർക്കൊക്കെയാണോ ആദരാഞ്ജലി അർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഉള്ള സൗകര്യങ്ങൾ നേരിട്ട് വന്ന് കണ്ട് ആദരാഞ്ജലി അർപ്പിച്ച് മടങ്ങാനുള്ള സൗകര്യങ്ങൾ ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എത്ര പേർ വന്നാലും തിരക്കില്ലാതെ കടന്നു പോകാൻ കഴിയുന്ന തരത്തിൽ ആ തരത്തിലാണ് ഈ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം ആ തരത്തിൽ ബാരിക്കേഡ് എല്ലാം തിരിച്ച് എത്ര പേർ വന്നാലും ആദരാഞ്ജലി അർപ്പിച്ച് വലിയ തിരക്കില്ലാതെ കടന്നു പോകാൻ കഴിയുന്ന തരത്തിൽ തന്നെയാണ് സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. നമുക്കറിയാം 6 പതിറ്റാണ്ടിലേറെ നീണ്ട വലിയ ചരിത്രം കവിയൂർ പൊന്നമ്മ ഈ അഭിനയവുമായി ബന്ധപ്പെട്ടുണ്ട്. കവിയൂർ പൊന്നമ്മയുടെ സാന്നിധ്യം 6 പതിറ്റാണ്ടിലേറെ കാലം മലയാള സിനിമയിൽ ഉണ്ട് എന്നാണ്. 1962 തുടങ്ങിയതാണ് കവിയൂർ പൊന്നമ്മയുടെ സിനിമാ ജീവിതം. ഏറ്റവും അവസാനമായി അഭിനയിക്കുന്നത് 2021 അത്രയും കാലം. കളമശ്ശേരി ടൗൺ ഹാളിലാണ് പൊതുദർശനം നടക്കാൻ പോകുന്നത്. അത് 9 മണി മുതൽ 12 മണി വരെയാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. ആ സമയം മാറാനുള്ള സാധ്യതയുമുണ്ട്. തിരക്ക് മുന്നിൽ കണ്ട് ടൗൺ ഹാളിൽ നിന്നുമാണ് ഉമേഷ് വിവരങ്ങൾ നൽകിയത്.